നമസ്കാരം. ഫിഷിംഗ് ബോട്ടുകളുടെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഞാൻ ഈ കാണിച്ചത്. അതായത് നമ്മുടെ ബോട്ടിന്റെ സ്റ്റോർ റൂം. മീനും ഐസും ലേയേഴ്സ് ആയി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ലീക്ക് പ്രൂഫ് ബോക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാട്ടെ. ഇപ്പൊ നിലവിലുള്ള ഗിൽനെറ്റ് ബോട്ടാണ്ട ഏകദേശം 1000 ബ്ലോക്കോളം ഐസാണ് ഈ ബോട്ടിനകത്തുള്ളട്ട. മഞ്ഞുകട്ടകളുടെ ഇടയിൽ കൂടെ നടക്കുന്ന ഒരു ഫീൽ ആയിരിക്കുള്ളൂ സ്റ്റോർ റൂമിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന സമയത്തട്ട. ഓരോ കള്ളികളിലും ആദ്യം തന്നെ നിറച്ചു വെച്ചിരുന്ന ഐസ് ബോട്ട് കടലിലേക്ക് പോകുമ്പോഴേക്കും ഇതുപോലെ കട്ട പോലെ ആവട്ടെ. മീൻ ഐസ് ചെയ്യാൻ നേരത്തെ നേരെ കുത്തിപ്പൊട്ടിച്ച് നമ്മൾ കാലും കൊണ്ട് അല്ലെങ്കിൽ ഷവലും കൊണ്ടൊക്കെ അടിച്ചത് ചെറിയ പൊടി പോലെ ആക്കുന്നുണ്ട്. ഇതുപോലെ ശരിക്കും ഇങ്ങനെ പൊടിക്കണതിന്റെ കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഐസ് ചെയ്യാനും അതുപോലെ മീനും ഡാമേജ് വരില്ലട്ട. മോളിൽ നിന്ന് പിടിച്ച മീനുകൾ കപ്പിൽ ഇതുപോലെ സ്റ്റോർ റൂമിലേക്ക് ഇങ്ങനെ ഇറക്കി തരും. ഐസ് അടിക്കാൻ നേരത്തെ എല്ലാ കള്ളിയിലും നമ്മൾ ഐസ് അടിക്കില്ലട്ട. 1-2 കള്ളി ഒഴിച്ചിടും. അതിന്റെ മുകളിലേക്ക് പൊടിച്ച ഐസ് വെച്ചിട്ട് ഒരു ബെഡ് സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് ഈ മീൻ ഇങ്ങനെ നല്ല സൂപ്പർ ആയിട്ട് നിരത്തി ഇങ്ങനെ വെച്ചു കൊടുക്കട്ടെ. അതിന്റെ മുകളിലേക്ക് ഈ ഐസ് ഇട്ട് ഇതുപോലെ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിട്ടിരിക്കും. അത് മാത്രമല്ല ബോട്ടിന്റെ സ്റ്റോർ റൂമിന്റെ നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഫ് ചെയ്ത് നല്ല എയർ ടൈറ്റ് ആക്കിയിട്ടാണ് പണിയാണ്. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും മെൽറ്റായി പോകത്തില്ല. പിന്നെ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട് ബോട്ടിൽ വെച്ച് പല കെമിക്കലും ആഡ് ചെയ്തിട്ടാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേന്ന്. കടലിൽ നിന്ന് പിടിക്കണ മീൻ കേടുപാടുകളില്ലാതെ കരയിലെത്തിക്കാന്നുള്ള പണിക്കാരെയും സ്രാങ്ങിന്റെയും ദൗത്യം. മീൻ വിറ്റ് കഴിഞ്ഞാൽ അത് വാങ്ങുന്നവരാകും പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ എന്തൊക്കെ നടക്കണ്ടെന്ന് നമുക്കറിയില്ല. പണിയെല്ലാം കഴിഞ്ഞത് ബോട്ടിന്റെ ഉള്ളിൽ ഇവിടെ ഒരു കോളിംബെല്ലുണ്ട്. അത് മതി കഴിഞ്ഞത് മോളിൽ നിന്ന് ഇതുപോലെ പെട്ടി ഇങ്ങനെ തുറന്നു വരോട്ട. ഭയങ്കര കൂളിംഗ് ആണ്ടത്. അപ്പൊ അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി ബോട്ടിൽ പോകാൻ നേരത്ത് കെമിക്കൽ ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നും ഇല്ല.